പ്രപഞ്ചത്തിന്റെ അനന്തമായ വിധാനത്തിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നടത്തുന്ന നിഗൂഢമായ നൃത്തം മനുഷ്യജീവിതത്തിലെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സവിശേഷവും ഊർജ്ജസ്വലവുമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂരുരുട്ടാതി. ആകാശഗംഗയിലെ 25ാമത്തെ നക്ഷത്രം, വ്യാഴമധിപനായ നക്ഷത്രം, കുംഭം മീനം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രം. ഇങ്ങനെ പൂരുരുട്ടാതിയുടെ വിശേഷണങ്ങൾ ഏറെയാണ്. നാം 2026 യാത്ര ചെയ്യുമ്പോൾ കാലം പുതിയൊരു സാമ്പത്തിക ക്രമത്തിലേക്ക് വഴിമാറുന്നുണ്ട്. ഈ വലിയ മാറ്റത്തിന്റെ പാതയിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം എപ്രകാരമുള്ള സാമ്പത്തിക അനുഭവങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നത് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് സാമ്പത്തിക സുരക്ഷിതത്വം. ധനമൂലം ഇതം ജഗത് എന്ന പ്രമാണമനുസരിച്ച് ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ സാമ്പത്തിക അടിത്തറയിലാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നക്ഷത്രനാഥനായ വ്യാഴം ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ 2026 തുടക്കം ജ്യോതിഷപരമായ വലിയ ചില മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഈ മാർച്ച് മാസം പൂരുരുട്ടാതിക്കാർക്ക് ഇത്രത്തോളം നിർണായകമാകുന്നത്? സാധാരണഗതിയിൽ ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായാണ് നാം മാർച്ചിനെ കാണുന്നത്. കണക്കെടുപ്പുകളുടെയും പുതിയ പദ്ധതികളുടെയും സമയമാണത്. എന്നാൽ ഗ്രഹനിലയനുസരിച്ച് വിവേകവും വികാരവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ നിഴലിച്ചേക്കാം. ഒരു വശത്ത് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന പുതിയ വരുമാന മാർഗങ്ങളും മറുവശത്ത് ശനിയുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ചെലവുകളും നിങ്ങളെ ഒരു സാമ്പത്തിക പരീക്ഷണശാലയിൽ എന്ന പോലെ ചിന്തിപ്പിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ സ്വതവേ ആദർശവാദികളും കഠിനാധ്വാനികളുമാണ്. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായി അത് മാന്യമായ രീതിയിലായിരിക്കണമെന്ന നിർബന്ധം ഇവർക്കുണ്ട്. എന്നാൽ 2026 മാർച്ചിലെ ഗ്രഹസ്ഥിതി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പ്രായോഗികതയാണ്. വെറുമൊരു ആദർശം കൊണ്ട് മാത്രം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയില്ലെന്നും കൃത്യമായ പ്ലാനിങ്ങും ദീർഘവീക്ഷണവും ആവശ്യമാണെന്നും ഈ മാസം നിങ്ങളെ പഠിപ്പിക്കും. 2 മുഖങ്ങളുള്ള മനുഷ്യൻ എന്നതാണ് പൂരുരുട്ടാതിയുടെ പ്രതീകങ്ങളിലൊന്ന്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്വഭാവത്തിലും പ്രതിഫലിച്ചേക്കാം. ഒരേ സമയം വലിയ നിക്ഷേപങ്ങൾക്കായി കൊതിക്കുകയും അതേസമയം സുരക്ഷിതത്വത്തിനായി ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേവലം കുറച്ച് പ്രവചനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൂട്ടം സാധ്യതകളെയാണ്. ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പള വർധനവ് മുതൽ ബിസിനസ്സുകാർക്ക് ലഭിക്കാനിടയുള്ള ആഗോള അവസരങ്ങൾ വരെ ഇതിൽ പ്രതിപാദിക്കുന്നു. ഷെയർ മാർക്കറ്റിലെ ചലനങ്ങൾ നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കാം? റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിങ്ങളുടെ ഭാഗ്യം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? വിദേശത്ത് നിന്ന് പണം വരാൻ കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണോ? കുടുംബത്തിലെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെ നിലനിർത്താം? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഭാഗ്യവും കർമ്മവും കൈകോർക്കുന്ന ഈ കാലയളവിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിന്റെ നാന്ദിയായി 2026 മാർച്ചിനെ കാണുമ്പോൾ നിങ്ങളുടെ നക്ഷത്ര പ്രഭാവം സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വർഷത്തിന്റെ ആദ്യ പാദം എന്ന നിലയിൽ പലർക്കും ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥർ തിരിച്ചറിയുമെങ്കിലും അത് സാമ്പത്തിക നേട്ടമായി മാറാൻ മാസത്തിന്റെ 2ാം പകുതി വരെ കാത്തിരിക്കേണ്ടി വരും. പാർട്ട് ടൈം ജോലികളിലൂടെയോ ഫ്രീലാൻസ് പ്രോജക്റ്റുകളിലൂടെയോ അധിക വരുമാനം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ സംജാതമാകും. ജോലിസ്ഥലത്തെ രാഷ്ട്രീയമോ അസൂയയോ കാരണം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകാനിടയുണ്ട്. എങ്കിലും ക്ഷമയോടെ കാത്തിരുന്നാൽ മാർച്ച് അവസാനത്തോടെ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്, പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ, വിദ്യാഭ്യാസം, കൺസൾട്ടൻസി തുടങ്ങിയ മേഖലകളിൽ. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തുക. ബിസിനസ് വിപുലീകരിക്കാൻ വായ്പകൾക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ബാങ്കുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ബിസിനസ്സിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് മാർച്ച് മാസം മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. കറൻസി മൂല്യത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഷെയറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ഇൻട്രാഡേ ട്രേഡിംഗും ഊഹക്കച്ചവടവും ഒഴിവാക്കുന്നതാണ് ഉചിതം. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. നക്ഷത്രനാഥനായ വ്യാഴം മിഥുനം രാശിയിലോ കർക്കടകം രാശിയിലോ നിൽക്കുന്ന അവസ്ഥയനുസരിച്ച് ഭാഗ്യപരീക്ഷണങ്ങൾ ഗുണകരമാകണമെന്നില്ല. സുരക്ഷിതമായ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് സ്വർണത്തിൽ പണം മുടക്കാം. മാർച്ച് മാസത്തിലെ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം നിങ്ങൾക്ക് വാങ്ങാൻ അനുകൂലമായ അവസരം നൽകിയേക്കാം. തറവാട് സ്വത്തോ പഴയ ഭൂമിയോ വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ചിൽ നല്ല വില ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇടനിലക്കാർ വഴി പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. ലോണുകൾ എളുപ്പത്തിൽ പാസ്സാകും. ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകില്ല.
കുടുംബാംഗങ്ങളുടെയോ നിങ്ങളുടെയോ തന്നെ ആരോഗ്യത്തിനായി അപ്രതീക്ഷിതമായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ ചെയ്യുന്നത് നന്നായിരിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കാനോ വിരുന്നുകൾ നടത്താനോ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികമായി ചെറിയ ബാധ്യതകൾ വരുത്തിയേക്കാം. തീർത്ഥാടനത്തിനോ വിനോദയാത്രകൾക്കോ ആയി പണം ചെലവാകും. ആസൂത്രിതമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നത് പോക്കറ്റിന് ആശ്വാസമാകും. മുൻപ് ആർക്കെങ്കിലും കൊടുത്ത പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ട്. ലോൺ തിരിച്ചടവുകൾ മുടങ്ങാതെ കൊണ്ടുപോകാൻ സാധിക്കും. വലിയ പലിശയുള്ള കടങ്ങൾ കുറഞ്ഞ പലിശയുള്ള ലോണുകളിലേക്ക് മാറ്റുന്നത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. വിദേശ നാണയത്തിന്റെ മൂല്യം കൂടുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിൽ വലിയ വർധനവുണ്ടാക്കും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പണം അയക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾക്കായി പണം ചെലവാകുമെങ്കിലും അത് ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കോ ചെറിയ ബിസിനസ് നടത്തുന്നവർക്കോ അപ്രതീക്ഷിത ലാഭം ലഭിക്കും. ആഭരണങ്ങൾ വാങ്ങാനോ സമ്പാദ്യം വർദ്ധിപ്പിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും. കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കും. അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ സാമ്പത്തിക സഹായമോ ലഭിക്കാം. വിദ്യാഭ്യാസ വായ്പകൾക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പഠനത്തിനായി വലിയ തുക ചെലവാകുമെങ്കിലും അതൊരു നിക്ഷേപമായി കണ്ട് മുന്നോട്ട് പോവുക. ആർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കരുത്. ഇത് പിന്നീട് വലിയ ബാധ്യതയാകാൻ സാധ്യതയുണ്ട്. വസ്തു ഇടപാടുകളിലോ ബാങ്ക് രേഖകളിലോ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആഡംബര ചെലവുകൾ നിങ്ങളുടെ ബജറ്റിനെ തകിടം മറിക്കും. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. പാസ്വേഡുകളും പിൻ നമ്പറുകളും സുരക്ഷിതമായി വെക്കുക. നിങ്ങളുടെ നക്ഷത്രനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ നിറത്തിലുള്ള മധുരപലഹാരങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായം നൽകുന്നത് നിങ്ങളുടെ ധനപരമായ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഗുരുമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ദശാകാലങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിദശ, രാഹുദശ, കേതുദശ തുടങ്ങിയവയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഈ സമയങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. ഈ ദശാകാലങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുക. ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ല ബലം നൽകും. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ്. 2026 മാർച്ച് മാസം പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു നിർണായകമായ സമയമാണ്. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ നൽകും. ശനിയുടെ പരീക്ഷണങ്ങൾക്കിടയിലും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളെ വലിയ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് രക്ഷിക്കും. ലഭിക്കുന്ന വരുമാനം കൃത്യമായി വിഭജിച്ച് നിക്ഷേപിച്ചാൽ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈവിടാതെ മുന്നോട്ട് പോവുക. 2026 മാർച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാമ്പത്തിക അധ്യായങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.